ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ചിപ്പി മസാലക്കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വെള്ളക്കടല കൊണ്ടുള്ള മസാലക്കറി. നമ്മൾ സാധാരണ ഭട്ടൂരയ്ക്ക് ചന മസാല ഉണ്ടാക്കാനാണ് ഈ വെള്ളക്കടല ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ കബാബിലും ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മസാലക്കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോഴും സാധാരണ കടലക്കറി ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാറുണ്ട്. പുട്ടിനും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തക്കാളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണിത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വലിയ പച്ചമുളക് ചേർക്കുക. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 4 ചേർത്തത്. അല്ലെങ്കിൽ നമുക്കൊരു 6-7 പച്ചമുളക് വരെ ചേർക്കാം. എരിവില്ലാത്ത പച്ചമുളക് കിട്ടും വലുത്. അത് കൂടുതൽ ചേർത്താൽ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 വലിയ സവാള പൊടിയായി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. നല്ല വലിയ സവാളയായിരുന്നു കേട്ടോ. മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരു 3-4 സവാള എടുക്കണം. സവാള കൂടുതൽ ചേർത്താലേ ഗ്രേവി ഉണ്ടാവുള്ളൂ. നമ്മൾ മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സവാളയുടെ നിറമൊക്കെ മാറി നല്ല മഞ്ഞ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതായത് മുരിഞ്ഞു തുടങ്ങുന്ന സമയം. ഇപ്പോൾ സവാള മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യത്തേത് 2.5 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതായത് 1/4 ടീസ്പൂൺ ഏലക്കായുടെ കുരു മാത്രം പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഈ വെള്ളക്കടല കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയ ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയുമാണ് കേട്ടോ. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം പൊടിച്ച് ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചതാണ്. പാകത്തിന് വേവിച്ചെടുക്കണം. വെള്ളക്കടലയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് വെന്തുടഞ്ഞു പോവാതെ നമ്മളത് നോക്കിയെടുക്കണം. ഈ പുഴുങ്ങിയ കടലയുടെ വെള്ളത്തിൽ നിന്ന് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് കുക്കായി നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഡ്രൈ ആയി ഈ പാകത്തിലാകണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച കടലയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കാവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കുകയാണ്. ഇതിലും കുറച്ചുകൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങൾ കുക്ക് ചെയ്താൽ മതിയാകും. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിനും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഭട്ടൂരയുടെ കൂടെ ഈ കറി കഴിക്കാൻ പറ്റും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കടലക്കറിയാണിത്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയല്ലേ ഇത്. നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ല രുചിയും മണവുമുള്ള ഈ കടലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിലൂടെ കാണാം. താങ്ക്